ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ നിങ്ങൾ ചോറ് വെക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ടെങ്കിലും ഒന്ന് കുതിർക്കാൻ വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കുതിർക്കാൻ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് കുക്കായി കിട്ടും. അതുപോലെ തന്നെ എല്ലാവർക്കും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലമാണ് ചോറ് അടി പിടിച്ച് പോകുക, അല്ലെങ്കിൽ ചോറ് ഈ കുക്കറിൽ ഒട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളത്. അതുപോലെ തന്നെ ചോറ് കുഴഞ്ഞു പോകുക, അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് ചോറ് നല്ല പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ചോറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ ചോറിന് അളന്നെടുത്ത് വെക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഇതുമൂലം നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ പെട്ടെന്നൊക്കെ ചോറ് ഇങ്ങനെ ഒരുമാതിരി വലഞ്ഞു പോകും, കേടായി പോകുന്ന പോലെയൊക്കെ തോന്നും. വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ വെക്കുന്ന ചോറ് അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് വെക്കുന്നതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്ര നേരം കഴിഞ്ഞാലും നമുക്ക് ചോറ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ വെയിലുള്ള സമയത്തൊക്കെ ചോറ് കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസൊക്കെ ചിലവാക്കാണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു ചിരട്ട കഷ്ണം ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് റെഡിയാവും കേട്ടോ. നമ്മളിതുപോലെ ഐസ് ക്യൂബും അതുപോലെ തന്നെ ചിരട്ടയൊക്കെ ഇട്ട പാടെ കുക്കറിൻ്റെ മൂടി ഇട്ടതിന് ശേഷം നമ്മൾ വെയിറ്റ് വാൾ ഇടേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് സമയം നമ്മൾ സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നല്ല രീതിക്ക് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മളിതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ സമയത്ത് കുക്ക് ചെയ്ത ചോറാണെങ്കിൽ കൂടെ രാത്രി സമയം വരയ്ക്കും അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാവിലെ വയ്ക്കുന്ന ചോറൊക്കെ രാത്രി ആവുന്ന സമയത്തേക്ക് ഒരുമാതിരി വെള്ളമൊക്കെ ആയി ചിലപ്പോൾ വലഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നേരം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചോറുണ്ടാവും. അതുപോലെ തന്നെ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമ്മളിതുപോലെ ചിരട്ടയിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്കിതുപോലെ കുക്കറിൻ്റെ മേലെ ഒരു മൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേഗത്തിൽ ആ ചോറ് ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ചോറ് ഊറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അരി ഇടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വെള്ളം ഉണ്ടാവും ചോറ് വെന്ത് കഴിഞ്ഞാലും സിമ്മിലിട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇതുപോലെ കുക്കറിൻ്റെ മേലെ കറക്റ്റായിട്ട് ഒരു മൂടി ഇട്ട് കൊടുത്ത് ഊറ്റിയെടുക്കാവുന്നതുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചോറ് ഇതുപോലെ ഊറ്റിയെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇനി മടിയുള്ളവർക്കാണെങ്കിൽ ചോറ് ഊറ്റിയെടുത്ത് എല്ലാം ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര നേരമായാലും ചോറ് നല്ല ഫ്രഷ് ആയിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നല്ല ഊറ്റിയെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാകും നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ കുക്കറിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ചിരട്ട കൊണ്ടൊക്കെ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ചോറ് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കഷ്ണം സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല സവോളയൊന്നും വേണമെന്നില്ല, നമുക്ക് കേടായ സവോളയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ്. ഈ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ വിനീഗറും അതുപോലെ തന്നെ സവോളയൊക്കെ ചേർത്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരുന്നത്. അതിലേക്ക് കുറച്ച് ചൂടോടുകൂടിയുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഒരു അര ഗ്ലാസോളം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഞാൻ സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല പിങ്ക് കളറായിട്ടാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വിനീഗറിൻ്റെയും ഒരു സവോളയുടെയും സ്മെല്ല് തന്നെ അത്രയ്ക്ക് നല്ലതാണ് ഈ പല്ലിയെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാറ്റകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സവോളയുടെ ബാക്കി നമ്മൾ കളയുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു യൂസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓയിൻമെൻറ്റാണ്. ഏത് ഓയിൻമെൻറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് ഓയിൻമെൻറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഓയിൻമെൻറ്റ് ഒന്നും ഇനി നിങ്ങൾ ആരും കളയണ്ട. ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയും പാറ്റകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷനിലേക്ക് ഇതുപോലെ കുറച്ച് ആ ഒരു ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് കാരണം തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഓയിൻമെൻറ്റ് ഡയലൂട്ടായിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ള ആ ഒരു പിങ്ക് കളർ നമ്മൾ ചേർത്ത ആ ഒരു ഓയിൻമെൻറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
വെറും ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഓണിയൻ സൊല്യൂഷൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട്. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് 2 ദിവസമൊക്കെ വരെ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓണിയൻ ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി ഞാനിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ചാൽ പല്ലിശല്യമൊക്കെ ധാരാളമായിട്ടുള്ള ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ്, പല്ലികളുടെയൊക്കെ ശല്യം ധാരാളമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയോ പാറ്റയോ ഒന്നും വരില്ല കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്. നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് ശല്യം പല്ലിയെ കൊണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. പാറ്റ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രാണികളൊക്കെ നമുക്ക് ആ ഒരു കിച്ചൺ സിങ്ക് വഴി വരുവാണെങ്കിൽ പിന്നീട് ആ ഒരു ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലുള്ള സൊല്യൂഷൻ ആഴ്ചയിൽ 1-2 തവണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ ഉണ്ടാവും. പൂച്ചകൾ നമ്മൾ അറിയാണ്ട് വരുന്ന ആ ഒരു പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് പിന്നീട് നമ്മുടെ സിങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷനൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി വന്ന ആ ഒരു സവോള അരച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെടിയുടെ അടിയിലേക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ നന്നായിട്ട് തെഴുത്ത് വരും കേട്ടോ. ചെടിയൊക്കെ നന്നായിട്ട് തെഴുത്ത് വരും. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഓയിൻമെൻറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പല്ലിശല്യം പാറ്റശല്യമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓയിൻമെൻറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഓയിൻമെൻറ്റൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള യൂസിനൊക്കെ വേണ്ടിയിട്ട് കരുതി വെക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഓയിൻമെൻറ്റോ സവോളയൊക്കെ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് എടുത്ത ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഓയിൻമെൻറ്റും സവോള അരച്ചതും കൂടെ ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലേക്കായിട്ട് അതല്ലെങ്കിൽ നമുക്ക് കയ്യൊന്നും എത്താത്ത ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പ്രദേശത്തൊന്നും നമുക്ക് പല്ലിയുടെ ശല്യമോ പാറ്റശല്യമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പല്ലിശല്യം അതുപോലെ തന്നെ പാറ്റശല്യമൊക്കെ മൂലം പൊറുതിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ നല്ല ടിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സുകളാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുമൂലം തന്നെ നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള പല്ലികളെയും പാറ്റകളെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.